വെൽക്കം ബാക്ക് ടു മൈ നെസ്റ്റ് വൈബ്സ്. ഞാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നല്ലേ സാധാരണ പറയാറ്, പക്ഷെ ഇപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ നെസ്റ്റ് വൈബ്സ് എന്ന് പറയുന്നത് ഞാനെൻ്റെ ചാനലിൻ്റെ പേര് മറന്നു പോവാന്നേ. അയ്യോ, എനിക്കത് ആലോചിക്കാൻ വയ്യ. കഷ്ടപ്പെട്ട് കുറേ കണ്ടുപിടിച്ച ഒരു പേരാണ്, അത് മറന്നു പോകുമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കത് ഒന്ന് ഓർമ്മ വരുമല്ലോ. പിന്നെന്താ, ഞാൻ കാലത്ത് നേരത്തെ എണീറ്റു, ഭക്ഷണം വെച്ചു. ഇനി എനിക്ക് കുറച്ച് സാമ്പാറും കൂടി വെച്ചാൽ മതി. മോൻ എക്സാമിന് പോയിക്കാണ്. എക്സാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞ് ഇന്നത്തെ എക്സാം കൂടി കഴിഞ്ഞ് അവൻ 10th പോവാണ്. 10th പോകണതിൻ്റെ സങ്കടമുണ്ട്, എനിക്ക് സന്തോഷമുണ്ട്. സങ്കടം എന്ന് പറയുന്നത് വേറെ സന്തോഷം. ഒബ്വിയസ്ലി അവനൊരു 10th ക്ലാസ്സിലേക്ക് പോകാമെന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പക്ഷേ 10th സങ്കടം എന്ന് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുട്ടിയാവല്ലേ, ഇനി പണ്ടത്തെ പോലെ എനിക്ക് അവനെ കൊഞ്ചിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പിന്നെ കുറേ ഇനിയൊക്കെ എല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ കണ്ടറിയണതും പഠിക്കണതൊക്കെ, അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമവും. അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം എനിക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ ഇത്തിരി നേരം ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് കിടന്നു. ജസ്റ്റ് ഒന്ന് ഉറങ്ങിയില്ല, ഞാൻ തന്നെ കിടന്നു. നമുക്കപ്പോൾ ഇനി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ അതിന് മുന്നേ ഞാൻ എൻ്റെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യില്ല ഞാൻ എപ്പോഴും പറയാതിരിക്കും, ലാസ്റ്റ് ഇങ്ങനെ എഴുതി കാണിക്കും. പക്ഷെ നിങ്ങൾ ആരും ചെയ്യില്ല. ചാനലൊക്കെ കാണും, പക്ഷെ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകും. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ വീഡിയോ. ഞാനിങ്ങനെ വളർന്നു വരുന്ന യൂട്യൂബേഴ്സിനൊക്കെ നിങ്ങളല്ലേ അതിന് വളർത്തിയെടുക്കേണ്ടത്, അതിൻ്റെ ചുമതല നിങ്ങൾക്കല്ലേ. അപ്പോൾ നിങ്ങളത് ചെയ്യണം. നല്ലതാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകണ്ട കേട്ടോ. പിന്നെന്താ, ഞാൻ കുറച്ച് സാധനങ്ങൾ എനിക്ക് കാണിച്ചു തരാണ്ട്, അതും കൂടി കണ്ടിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങാം. ഹലോ, ഞാനങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം, ഉറങ്ങിയില്ല കേട്ടോ, ഞാനിങ്ങനെ ജസ്റ്റ് കിടന്നു. അതിനുശേഷം ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ വീട്ടിൽ ബാൽക്കണി പഴയ എൻ്റെ ഷോർട്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറേ പൂവും ചെടിയൊക്കെ ആയിട്ട്. പക്ഷേ പൂവും ചെടിയൊക്കെ പോയി. നമ്മൾ നാട്ടിൽ പോയപ്പോൾ നനയ്ക്കാതിരുന്നിട്ട് അതൊക്കെ പോയി. ഇപ്പോൾ പിന്നെ പുതിയ കുറച്ച് ചെടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. രസമുള്ള ചെടികളാണ്. ബാൽക്കണി ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, ഷോർട്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലോങ് വീഡിയോയിൽ കുറച്ച് കാണിച്ചു തരാം. കുറച്ച് നാശമായിട്ടാണ് കിടക്കുന്നത്, എന്നാലും കുഴപ്പമില്ല, കാണിച്ചു തരുമ്പോൾ ഒരു രസമല്ലേ. നോക്കാം, കാണാട്ടോ. നമ്മുടെ പനിക്കൂർക്കയുടെ വീഡിയോയിലത്തെ പനിക്കൂർക്ക, അതാ ചെടികൾ. ഈ പൂവ് കണ്ട, ഈ പൂവ് ഞാൻ മൈക്കെടുത്തിട്ട് സംസാരിക്കട്ടോ. ഈ പൂവ് കണ്ട, ഈ പൂവ് നമ്മുടെ ഇവിടെ സീസൺ ടൈമിൽ ഉണ്ടാവുന്നത് കേട്ടോ. അതായത് തണുപ്പ് സമയത്ത് ഉണ്ടാവണ ഒരു പൂവാണ്. നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ പൂവ് എന്നൊക്കെ കണ്ട. നമ്മുടെ നാട്ടിൽ ഇതിനെ ശവനാറി എന്നൊക്കെ പറയാം, ഏകദേശം അതുപോലെ ഇരിക്കും. ഇതാ കണ്ട, ചെറ്റി നിറയെ പൂവിട്ടുണ്ട് ചെറ്റിയില് കണ്ട. നമ്മുടെ ഡ്രസ്സൊക്കെ ഉണക്കാറുണ്ട്. ഞാനിപ്പോ ഒരു വീഡിയോ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലത്തെ സീസൺ ചെടികൾ കുറച്ചുണ്ട്. പിന്നെ ഒരു തുളസി, രാമതുളസി ഉണ്ട്, കൃഷ്ണ തുളസി നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ചെടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഇത് എടുത്തേട്ടാ. ഇത് കണ്ട, അത് പൂ കണ്ട, നമ്മുടെ നാട്ടിലുള്ള കദംബം ഇല്ലേ, കദംബം, അതിന്റെ മണാണ് കേട്ടോ. കുറച്ച് പെർഫ്യൂം ചെയ്തിട്ടുള്ള ഒരു പോലത്തെ ഒരു മണ, നല്ല മണാണത്. ഇത് രസമുള്ള ചെടിയാണെന്ന് അറിയോ ഇത്. അയ്യോ, പൈസ കൊടുത്തതിന് അത്രയും വെർത്തായിട്ടുള്ളൊരു ചെടി. ഇങ്ങനെ കാണിച്ചു തരാൻ ഇപ്പോ. ഇത് കണ്ട പൂ കണ്ട, രസല്ലേ കാണാൻ. ഇങ്ങനെ കാണിച്ചു തരാം പോവാന്. നിങ്ങൾക്ക് ഈ ചെടിയുടെ പൂവെന്ന് കാണിച്ചു തരാൻ നല്ല ആഗ്രഹമുണ്ട്. എല്ലാം മണാണ്. ഇത് ശ്രീലങ്കൻ മുല്ല എന്നാ പറഞ്ഞിട്ട് അവര്. നിറയെ മുട്ടിട്ടുണ്ട് കണ്ടോ, നിറയെ മുട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. പിന്നെ നോക്ക്, ഇഷ്ടം പോലെ കറ്റാർവാഴയുണ്ട്. കറ്റാർവാഴ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ അരളിച്ചെടി, ഒരു ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു, വലിയ കാര്യമായിട്ടൊന്നും മൂവ് ആയില്ല. പക്ഷെ നല്ല രസമുള്ള അരളി, നല്ല ഭംഗിയുള്ള അരളി. പിന്നെ നമ്മുടെ റോസ ചെടിയാണ് കേട്ടത്, പുതിയത് വാങ്ങിച്ച റോസ ചെടിയാണ്. റോസ ചെടിയിൽ മുട്ടിട്ടുണ്ട് കണ്ടാ, മുട്ട്. പിന്നെ നമ്മുടെ ഇത് ബോഗൺവില്ല, അന്ന് പോകുമ്പോ കരിഞ്ഞു പോയതായിരുന്നു. പിന്നെ ബോഗൺവില്ല എത്രയും വളരും എന്നാ എല്ലാവരും പറയണത്. അതുപോലെ അത് വളരും ചെയ്തു കേട്ടാ. പിന്നെ ഈ സൈഡില് കാന,
ഖാനാന്ന് പറഞ്ഞൊരു ചെടിയില്ല, അതുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഷോർട്സ് കണ്ടവർക്ക് അറിയാം, വള്ളി ചെടിയാണ്, മഞ്ഞ കളർ പൂണ്ടാവുന്നത്. ഇതാണ് കേട്ടോ. ഇത്രയൊക്കെയാണ് എന്റെ ചെടികൾ കേട്ടോ. നമുക്കിനി ഉള്ളിലേക്ക് പോവാം. അപ്പൊ ഇനി ഈ സൈഡിൽ നോക്കിട്ട് അതിപ്പോ ഈ ചെടി എത്രയായിട്ടും നാശാവണില്ല കേട്ടോ. നല്ല ചെടിയാണത്. ഒരു ചെറിയ മരം പോലത്തെ ചെടി, നല്ല ചെടിയാണ്. വെള്ളമൊന്നും അധികം ചെലവില്ലാത്തൊരു ചെടിയാണ്. പിന്നെ ഒരു ചെറിയൊരു കറിവേപ്പില നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നും പാവം തോന്നി കറിവേപ്പില കാണുമ്പോ. വളരണു ഇല്ല, അങ്ങനെ തന്നെ നിക്കുക. ശരി, നമുക്കിനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഈ കുളിക്കാൻ പോണതിന് മുന്നേ വെറുതെ മുഖത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാന്ന് ചോദിച്ചു. അങ്ങനെ ചെയ്യാറൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു മൂഡ് തോന്നി, അത്ര തന്നെ. അപ്പോൾ മുഖം ഒന്ന് കഴുകി വന്നു കേട്ടോ. ഞാൻ മുഖത്ത് കുറച്ച് പാലും പാൽപ്പൊടി, കാപ്പിപ്പൊടി, കിട്ടണ പൊടികളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെറുതെ സ്ക്രബ് ചെയ്തായിരുന്നു. മുഖത്ത് കുറച്ചിങ്ങനെ റഫായ പോലെ ഉണ്ടായിരുന്നു. അപ്പം ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. എപ്പോഴും ചെയ്യൊന്നുമില്ല കേട്ടോ. എനിക്ക് മനസ്സിൽ തോന്നുന്ന സമയത്ത് ഞാൻ ചെയ്യാം. മിക്കപ്പോഴും അങ്ങനെ തോന്നാറൊന്നുമില്ല. അപ്പോൾ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കുറച്ച് തലയിലൊന്ന് എണ്ണ തേച്ചിട്ട് വേഗം കുളിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണ തേക്കാം. ഞാൻ എണ്ണ കുറച്ചൊന്ന് ചൂടാക്കൂട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഭയങ്കര കട്ട പിടിച്ചിരിക്കും ഇവിടുത്തെ. ഇപ്പോൾ കാലാവസ്ഥ തണുപ്പൊന്ന് മാറി, പക്ഷെ എന്നാലും ചൂടായിട്ടില്ല. അപ്പോൾ എണ്ണ തേച്ചതിന് ശേഷം കുറച്ച് എണ്ണ തേക്കണുള്ളൂ, കുറേ ഒന്നും തേക്കണില്ല. കുറച്ച് തേക്കണുള്ളൂ. കാരണം വെച്ചാൽ ഒന്നും തേക്കാതെ കുളിച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടല്ല, മുടി ഇങ്ങനെ ഭയങ്കര റഫാവും. അല്ലെങ്കിൽ മുടി റഫാണ്. ഞാൻ എന്തെങ്കിലും ഒരു മുടിയൊന്നുമില്ല, എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലോ എന്നുണ്ട്, ആഗ്രഹമുണ്ട്. നോക്കട്ടെ. കുളി കഴിഞ്ഞു. കുറേ സമയം എടുത്ത് കുളിക്കാം കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന തോർത്ത് തന്നെയാട്ടോ അതിന് ഉപയോഗിക്കും. എനിക്കിത് ഉപയോഗിച്ചിട്ട് പറ്റുള്ളൂ. ടർക്കിയൊക്കെ ഉപയോഗിച്ച് ശരിയാവില്ല. മുടി നന്നായി കൊഴിയുന്നുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ ഭയങ്കരമായിട്ട് തണുപ്പ് വരുമ്പോഴും ഒരു കാലാവസ്ഥ വരുന്നതിനനുസരിച്ചിട്ട് മുടി കൊഴിയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ എനിക്കറിയില്ല. നിങ്ങൾക്കങ്ങനെ ഉണ്ടാവാറുണ്ടോ എന്നും കൂടി പറയണം കേട്ടോ. എനിക്ക് തോന്നുന്നു ചൂട് കാലത്ത് ഇത്രയും മുടി കൊഴിച്ചിലില്ല എന്ന്, തണുപ്പ് കാലത്ത് അത്രയും. ഇനി തൊഴുതിട്ട് മോനെ വിളിക്കാനായിട്ട് താഴെ പോകണം. ഓക്കെ. ഞാനൊരു മുഖത്തൊരു മോയ്സ്ചറൈസിങ് ക്രീം ചേക്കേട്ടാ. ഇതാണ്, ഇത് ഡോക്ടർ എഴുതി തന്ന ക്രീമാണ്. ഇത് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ എൻ്റെ ആ സ്കിൻ ഡിസീസസ് ഉണ്ടായിരുന്നു കുറച്ച്, അത് മാറിക്കഴിഞ്ഞാൽ ഇത് മാറ്റുമായിരിക്കും. അപ്പം ഇതാണ് ഇപ്പോൾ തേക്കണേ. കുഴപ്പമില്ല, നല്ലതാണ്. അങ്ങനെ കുറച്ച് എമൗണ്ട് എടുത്ത് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതാ ഇത്ര എടുത്തിട്ടുള്ളൂ. തേക്കാം. കാരണം മുഖത്ത് നമ്മുടെ സാധനം മുഖത്ത് നമ്മൾ മുഖത്തൊരു സ്ക്രബ് ചെയ്തില്ലേ, അതിന് വ്യത്യാസം നമുക്ക് പിന്നീട് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ശരിക്കും എല്ലാ ആഴ്ചയും ചെയ്താൽ മതി. പക്ഷെ എനിക്ക് ഭയങ്കര മടി അതൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. എല്ലാവരോടൊക്കെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നു. പക്ഷെ എൻ്റെ മുഖത്ത് എനിക്ക് ചെയ്യാൻ മടിയാണ്. നമുക്ക് സ്കിന്ന് കൃഷ്ണൻ്റെ അടുത്ത് നമ്മളിതിങ്ങനെ പൂവ് വെച്ചിട്ടുണ്ട് കേട്ടോ. കാലത്ത് മോൻ വിളക്ക് വയ്ക്കണ സമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത പൂവ് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാട്ടോ നമുക്ക്. നമ്മുടെ പൂവ് എടുത്തിട്ട് നമ്മൾ കൃഷ്ണന് നേദിക്കുമ്പോൾ, കൃഷ്ണൻ എന്നല്ല അതെല്ലാ ദൈവങ്ങൾക്കും കൂടെ ഒരുമിച്ച് നമ്മൾ വെച്ചേക്കണം കേട്ടോ പൂവ്. നല്ല രസമല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ. നമ്മൾ മോനെ വിളിക്കാൻ പോകാമെന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മുന്നേ അവൻ ഇങ്ങോട്ട് വന്നു. അപ്പം ഇനി എന്തായാലും ഡോക്ടറെ അടുത്ത് പോവാണ്. കാലിൽ ചെറിയൊരു അരിമ്പാറ പോലത്തെ സാധനം ഉണ്ട്, അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ട് ഇന്നാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ അവനൊന്നും കഴിക്കാതെയല്ലേ പോണത്. എക്സാം ആയതുകൊണ്ട് ഒന്നും കഴിക്കാനും പറ്റില്ല. അപ്പോൾ തിരിച്ചു വന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. എനിക്കിങ്ങനെ മോന് വാരി കൊടുക്കാൻ നല്ല ഇഷ്ടമാട്ടോ ഭക്ഷണമൊക്കെ. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ്.
ഇവിടെയൊക്കെ നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ഡോക്ടറെ കാണണം. നമ്മുടെ നാട്ടിലത്തെ പോലെ നമുക്ക് ഓടിച്ചെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇൻഷുറൻസ് കവർ ചെയ്യുന്നതാണോ അല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കണം. നമ്മളിതൊരു ക്ലിനിക്കിലാണ് കേട്ടോ കാണിക്കുന്നത്, അവരുടെ സ്കിന്ന് കാണിക്കുന്നത്. അവിടെ കാണിച്ച് മരുന്ന് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് ഇറങ്ങാന്ന് വെച്ചു. മോൻ ചെറിയ കുട്ടി വണ്ടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ മുഖം കാണിക്കാൻ അവനെ സമ്മതിക്കണേ ഇല്ല. ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷെ പറ്റണില്ല. അങ്ങനെ എന്തായാലും ഇരിക്കട്ടെ. ഇനി എപ്പോഴെങ്കിലും സൗകര്യം കിട്ടുമ്പോൾ ഞാൻ കാണിച്ചു തരാം അവരെല്ലാവരെയും. നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അതിന് മുന്നേ ഒരു ചായ കുടിച്ചതിന് ലുലുവിൽ കയറിയിട്ട് ഒരു ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. നല്ലൊരു യാത്രയായിരുന്നു ഇന്നത്തെ ദിവസം. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇങ്ങനെ പുറത്ത് പോവാതെ ഇരുന്നിരുന്ന് റൂമിലിരിക്കുന്ന ലേഡീസ് ആയിരിക്കും ഇവിടെയുള്ള മിക്ക സ്ത്രീകളും. അങ്ങനെ ഉള്ളവർക്ക് പുറത്തൊക്കെ കൊണ്ടുവന്ന് റിലാക്സ് ചെയ്യുമ്പോൾ അവരുടെ മനസ്സൊന്നുകൂടി ഫ്രഷ് ആവും. എന്താ പറയുക, ഒരു പ്രൊഡക്റ്റീവ് ഡേ പിറ്റേ ദിവസം നമുക്ക് കിട്ടുകയും ചെയ്യും. അത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല കാഴ്ചകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരേക്കും ബൈ.